ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ ഗെയിം പ്ലേ വീഡിയോ. സർവൈവൽ ആൻഡ് ക്രാഫ്റ്റ് എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കഥനാന്ന് പറഞ്ഞുതരാം. നമ്മൾ പ്ലെയിനിൽ യാത്ര ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലെയിനിൽ ക്രാഷ് ആവും, തീ പിടിച്ചിട്ട് പ്ലെയിനിൻ്റെ ടെർബൈൻ തീ പിടിച്ച് ക്രാഷ് ആവും. പിന്നെ നമ്മൾ കണ്ടു നോക്കുമ്പോൾ നമ്മൾ കടലിലാണ്. കടലിൻ്റെ നടുവിലൊരു പലകേൻ്റെ മേലെയാണ് നമ്മൾ നിൽക്കുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഒഴുകി വരും. ആ വിമാനത്തിൽ നിന്ന് വീണ് തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഒറ്റ ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഒരു ഫ്ലോറിൽ ഒരു സ്ക്വയർ പലക പോലത്തെ ഫ്ലോറിലാണ് നമ്മൾ നിൽക്കുക. കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഈ സ്ക്വയർ ഫ്ലോർ പോലത്തെ ഇതിലാണ് നിന്നിരുന്നത്, ഈ ഒരു ഒറ്റ സ്ക്വയർ ഫ്ലോറിൽ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൽ ഹുക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇതിലിങ്ങനെ ഒഴുകി പോകുന്ന സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ഹുക്കിട്ട് കൊളുത്തി പിടിക്കും, എന്നിട്ട് എടുക്കും. അങ്ങനെ നമുക്ക് റിസോഴ്സസ് കളക്ട് ചെയ്യാൻ പറ്റും. ആ റിസോഴ്സസൊക്കെ വെച്ചിട്ട് നമ്മൾ ഇപ്പുറത്ത് വേറെ ഒരു ഫ്ലോറും കൂടി ഉണ്ടാക്കി. പിന്നെ നമ്മളിവിടെ ഇത് ഫയർ മേക്കർ നമ്മൾ ഉണ്ടാക്കി. ഫയർ മേക്കറിൽ ഫയർ വെച്ചാൽ ഫയർ കത്തും. ഇതിൽ വെച്ച് നമുക്ക് എന്താണ് മീനിനെയൊക്കെ ഇതിൽ ചുട്ട് തിന്നാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബാഗിൽ ഒരു മീനുണ്ട്. ഈ മീനിനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് ഈ മീനെടുത്ത് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ തീയായി അതങ്ങനെ മീനിപ്പോൾ റെഡിയാവും. അപ്പോൾ നമുക്ക് മീനിനെ കഴിക്കാൻ പറ്റും. പിന്നെ ഇത് വാട്ടർ മേക്കറാണ്. വാട്ടർ മേക്കറിൽ നമ്മൾ കുറച്ച് വുഡൻ പ്ലാങ്കിങ്ങിന് വെച്ചിട്ട് ഇവിടെ കുറച്ച് ബക്കറ്റിൽ വെള്ളം കുറച്ച് എടുത്തിട്ട് വെള്ളം കോരിയിട്ട് ഇതിലൊഴിക്കണം. ഇതിലൊഴിച്ചാൽ വെള്ളവും ആവും. നമുക്ക് ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇറങ്ങാനും പറ്റും. പക്ഷേ വെള്ളത്തിൽ ഷാർക്കൊക്കെ ഉണ്ടാവും, അത് നമ്മൾ നോക്കണം. ഓക്കെ, അങ്ങനെ വെള്ളത്തിനുള്ള സൗകര്യവും ഭക്ഷണത്തിനുള്ളത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്തോ ആവുന്നുണ്ട്, അതെന്താണെന്നറിയില്ല. മേ ബി വെള്ളം കുടിക്കാത്തതുകൊണ്ടായിരിക്കാം, എന്തൊക്കെ ആവുന്നുണ്ട് നമുക്ക്. ഷാർക്ക് ഉള്ളതുകൊണ്ടായി ഷാർക്ക് നമ്മൾ കടിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ ഷാർക്ക് വരുമ്പോൾ നമ്മൾ ഈ സ്പിയർ ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടോ, സ്പിയർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഷാർക്ക് വരുമ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പിയർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ചൂണ്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഹെൽത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തിനാണെന്ന് അറിയില്ല. നമുക്കിത് ഫുഡ് കഴിക്കാം. നമ്മുടെ ഹെൽത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്, എന്താണ് സംഭവം എന്നറിയില്ല. ഈ സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കണം ഗൈസ്. അതിനകത്തൊക്കെ നമുക്ക് ആവശ്യമുള്ള റിസോഴ്സസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഹാമർ ഉണ്ട്, കേട്ടോ. ഹാമർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇതിൽ കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതെന്താണ് ഫ്ലോറ്. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് സീലിംഗ്. നമ്മൾ ഈ കടലിൽ തന്നെ ഇവിടെ പെട്ടുപോയിട്ട് ഒറ്റ പലകയിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. നമ്മുടെ ലൈഫ് കുറയുന്നുണ്ട് ഗൈസ്, എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോൾ ഡെഡ് ആവും മിക്കവാറും. പക്ഷേ വെള്ളം കുടിക്കാം. വെള്ളം ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്ക് വെള്ളം കുടിക്കാം. ഓക്കെ, നമുക്ക് വെള്ളം കുടിക്കാം. ഓക്കെ, ഇപ്പോൾ റെഡിയായി വരുന്നുണ്ട്. വെറുതെ അല്ല ഗൈസ്, വെള്ളം കുടിക്കാനില്ല. നമ്മുടെ ഒരു വാട്ടർ ബോട്ടിലും കൊണ്ട് ആ വെള്ളം കൂടി ഉണ്ട്, ആ വെള്ളം കൂടി കുടിക്കാം. ഓക്കെ, ഫുഡും വെള്ളവും നമ്മൾ കുടിച്ചോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഡെഡായി പോകും. ഷാർക്ക് വരുന്നുണ്ട്, കണ്ടോ, ഷാർക്ക് അതിലിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത മീൻ പിടിക്കാം. നമുക്ക് ഈ ഫുഡും ഈ വാട്ടർ ലെവലും ഫുഡും നമ്മൾ കഴിച്ച് ഫുള്ളാക്കിയിരിക്കണം, വെള്ളവും കുടിച്ച് ഫുള്ളാക്കിയിരിക്കണം. നമ്മളിപ്പോൾ ലെവൽ 6 ആണുള്ളത്. പിന്നെ എനിക്കറിയില്ല, നമ്മൾ ഈ കടലിൽ തന്നെ ഇങ്ങനെ വീടുണ്ടാക്കി ഇവിടെ തന്നെ താമസിക്കാനാണോ എന്നാണ് കാര്യം എന്നറിയില്ല. ഓക്കെ, മീൻ പിടിക്കാൻ ഈ റൗണ്ടിൽ തന്നെ നമ്മൾ നിർത്തണം. ഇത് ഗ്രീന് കത്തും, ഈ ഗ്രീൻ കത്തുമ്പോൾ ഫുള്ള് ചെയ്യാം. ഓക്കെ, അടുത്ത മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ മീൻ പിടിക്കാം. നമുക്ക് ഒരുപാട് മീൻ പിടിക്കണം കഴിച്ച്, കുറേ മീൻ പിടിക്കണം നമുക്ക്, എന്നാലേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത മീൻ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി മീനുകൾ കിട്ടുന്നുണ്ട്. ഓ ഗൈസ്, മേലെ കയറണം. ഷാർക്ക് ഉണ്ട്, കടലിൽ ഷാർക്ക് തിരിഞ്ഞ് നടക്കുന്നുണ്ട്. നമ്മളെ കിട്ടിയാൽ കടിച്ച് കൊതറിക്കളെ. ഓക്കെ ഗൈസ്, പിന്നെ നമ്മൾ ഈ കടലിൽ തന്നെ ഫ്ലോറുകളൊക്കെ ഉണ്ടാക്കി സീലിംഗ് ഒക്കെ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതായത് ഇപ്പോൾ നമ്മളിവിടെയാണല്ലോ ഉള്ളത്, ഈ ഫ്ലോറിൽ 2 ഫ്ലോറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഫ്ലോറൊക്കെ ഇപ്പോൾ നമ്മൾ പിന്നീട് ഉണ്ടാക്കിയാണ്. നമ്മൾ വന്നപ്പോൾ ഈ ഫ്ലോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ എടുക്കണം കഴിച്ച്, ഇതൊക്കെ നമ്മൾ കളയാൻ പാടില്ല. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പ്ലാങ്കും റാഗ്സും ഒക്കെ കിട്ടും. കണ്ടോ, ഇവിടെ നമുക്ക് ബെഡ് ഉണ്ടാക്കാം, വാതിലുണ്ടാക്കാം, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഫ്ലോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. നമുക്ക് വെള്ളം കുടിക്കാം. നമുക്ക് പെട്ടെന്നൊട്ടും ദാഹിക്കുന്നുണ്ട് കഴിച്ച്, നടുക്കടലിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം. നമുക്ക് വെയിലൊക്കെ കൊണ്ടിട്ട് പെട്ടെന്ന് ദാഹിക്കുന്നുണ്ട്. വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കണം. നമുക്ക് ഞാൻ ചെയ്യാം, അടുത്ത കപ്പും കൂടെ ഇവിടെ വയ്ക്കാം. കുറച്ച് പ്ലാങ്കും കൂടെ വെച്ചാൽ വെള്ളമായിക്കോളും. ഫുഡും നമുക്ക് ഒരു മീനങ്ങ് ചുട്ട് നിന്ന് കളയാം. അതെന്താ കാണിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല സ്ക്രീനിൻ്റെ മേലെ. അടുത്ത നമുക്ക് എന്താ ഉണ്ടാക്കാൻ പറ്റുക നോക്കാം. നമുക്ക് സീലിംഗ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ സ്പേസിൽ കുറച്ചുകൂടെ സ്പേസ് നമുക്ക് ഉണ്ടാക്കാം.
എന്നിട്ട് നമുക്ക് സീലിംഗ് ഒക്കെ ഉണ്ടാക്കിയാൽ പറ്റും. നമുക്ക് റോപ്പൊക്കെ വേണമെങ്കിൽ 4 റോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഫ്ലോർ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇവിടെ 2 പലകേ ഉള്ളൂ കണ്ടോ. അതിനൊക്കെ നമുക്ക് കൂട്ടണം, ഈ സ്പേസ് കൂട്ടണം ഗൈസ്. നമുക്ക് റോപ്പ് ക്രാഫ്റ്റ് ചെയ്യാം. റോപ്പ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. റോപ്പും ഹുക്കൊക്കെ ഇവിടെ നിന്ന് ക്രാഫ്റ്റ് ചെയ്യണം, ചൂണ്ടലൊക്കെ ഇവിടെ നിന്ന് ക്രാഫ്റ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ചുറ്റിക എടുത്ത് ഉണ്ടാക്കണം. നമുക്ക് ഒരു ഫ്ലോറും കൂടി ഉണ്ടാക്കാൻ തോന്നുന്നു. ഓക്കെ, ഒരു ഫ്ലോറും കൂടി ഉണ്ടാക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ഫ്ലോറും കൂടെ വെക്കാം. ഇവിടെ നമുക്ക് അടുത്ത ഫ്ലോറും കൂടെ വെക്കാം. പിന്നെ സ്പേസ് നമുക്ക് വേണം ഗൈസ്. സ്പേസ് ഇല്ല നമുക്ക്. എല്ലാം എടുക്കണം, ഒന്നും വിടരുത്. നമുക്ക് ആവശ്യമുള്ളതാണ് ഇതൊക്കെ. എന്തോ റെസിപ്പി അൺലോക്ക് ആയിട്ടുണ്ട്, എന്തൊക്കെയോ സാധനങ്ങൾ അൺലോക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലെവൽ 7 ആയി. ലെവൽ 7 ആകുമ്പോൾ ഓരോ സാധനങ്ങളാണ്. ഓ ഗൈസ്, നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോകാൻ പറ്റും തോന്നുന്നു. അതെ, നമ്മളിപ്പോൾ അവിടെ എത്തി. നമ്മൾ ഒഴുകി അവിടെ എത്തി ഗൈസ്, നമ്മൾ അറിയാതെ തന്നെ. ഇവനെ ഹുക്കിട്ട് പിടിക്കാൻ പറ്റും നോക്കിയാലോ. ഒന്ന് പോവാടാ പോയി തരത്തി പോയി കളിക്കടാ. ഷാക്കിനെ ഹുക്കിട്ട് പിടിക്കാൻ പറ്റില്ല. ഷാക്ക് ഇവന് കുത്താൻ നമുക്ക്. നിൽക്കടാ. അവൻ പോയി ഗൈസ്. കുത്താൻ നോക്കിയപ്പോൾ ബക്കറ്റ് ആയി പോയി എടുത്തത്. ബക്കറ്റ് കൊണ്ട് വെള്ളം കോരുക ചെയ്തത്. ഓക്കെ ഗൈസ്, നമ്മളവിടെ എത്തി. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പലകൾ ഉണ്ടാക്കി അങ്ങോട്ടേക്ക് പോകണം ഗൈസ്. പിന്നെ നമുക്ക് നമ്മുടെ ബേസ് ആക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഈ 4 പലകയിൽ നിന്ന് നമുക്ക് ആ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നമുക്ക് താമസമാക്കാൻ പറ്റും. ഓക്കെ, നിൽക്കടാ. ഓ, നമുക്കിതാ വേണമെങ്കിൽ നീന്തി പോകാം ഗൈസ്. ഷാക്ക് വരുമ്പോഴേക്ക് നീന്തി പോകണം ഗൈസ്. ഓഹോ, പെട്ട്. ഓ ഗൈസ് കടിക്കുന്നു. ഷാക്ക് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി ഗൈസ്. കേൾക്കൂ. ഓ ഓക്കെ, ഇത് കഴിക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡെഡ് ആവും. ഹടാ ഗൈസ്, നമ്മൾ ചത്തു ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ റീസ്പോൺ ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇനി ഒരു ഐറ്റംസും ഇല്ല. ഓ ഗൈസ്, വീണ്ടും നമ്മൾ പഴയ അവസ്ഥയിലോട്ട് എത്തി ഗൈസ്. എവിടെ പോയി? ആ വീട് കാണുന്നില്ലല്ലോ ഗൈസ്. ആ വീട് പോയി ഗൈസ്. എവിടെ ഉണ്ടായിരുന്നു വീട്? ഗൈസ്, നമ്മൾ ഡെഡായി ഗൈസ്. നമ്മൾ നല്ലൊരു വീട്ടിലെത്തിയതായിരുന്നു. നമ്മൾ എന്ത് ചെയ്യും? എല്ലാത്തിനും കാണാം പന്ന ഷാക്ക. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ കുന്തമുണ്ടാക്കി വെച്ചേക്കാം. അവൻ അടുത്ത് വരുമ്പോൾ തട്ടണം. ചൂണ്ടലും ആവശ്യമാണ്, പിന്നെ കപ്പും ആവശ്യമാണ്. കപ്പും ബക്കറ്റും കൂടി ഇനി ഉണ്ടാക്കണം. മാക്സിമം റിസോഴ്സസ് ഒക്കെ കളക്ട് ചെയ്യുക ഗൈസ്. മാക്സിമം എല്ലാ റിസോഴ്സസും കളക്ട് ചെയ്യണം. ഇനി ആ വീട് നമുക്ക് വീണ്ടും കിട്ടണമെങ്കിൽ കുറച്ച് സമയമാവും തോന്നുന്നു ഗൈസ്. വീണ്ടും ആ വീടിൻ്റെ അടുത്ത് എത്താൻ. എല്ലാത്തിനും കണ്ട ഷാർക്ക് മോനാ, അവനിങ്ങോട്ട് വരട്ടെ. അയ്യോ, നമുക്ക് മാക്സിമം എല്ലാ റിസോഴ്സസും കളക്ട് ചെയ്യണം ഗൈസ്. ഒന്നും വിടാൻ പാടില്ല, എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. എത്തൂല. ഇപ്പം എത്തും. പോരട്ടെ. മാക്സിമം റിസോഴ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോഴത്തെ ലക്ഷ്യം. എന്നിട്ട് വേണം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്ത് നമുക്ക് എവിടെയെങ്കിലൊക്കെ എത്തണം ഗൈസ്. നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കരയിലോട്ട് കയറുമ്പോൾ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് വേറെ റിസോഴ്സസൊക്കെ ഉണ്ടാവും. സെറ്റായിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിപ്പോൾ കപ്പും ക്രാഫ്റ്റ് ചെയ്യാം, അതുപോലെ ബക്കറ്റും ക്രാഫ്റ്റ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ കുറച്ച് റോപ്പ് നമുക്ക് എന്തായാലും ക്രാഫ്റ്റ് ചെയ്യണം. റോപ്പ് എന്തായാലും ആവശ്യമുള്ളതാണ്. പിന്നെ നമ്മൾ ഹാമർ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ഹുക്കുണ്ട്, ചൂണ്ടലുണ്ട്, പിന്നെ ആക്സും കൂടെ ക്രാഫ്റ്റ് ചെയ്ത് കളയാം. കിടക്കട്ടെ, എല്ലാം കൂടെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ക്രാഫ്റ്റ് ചെയ്ത് കളയാം. നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. ഹാമർ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഹാമർ എടുത്തിട്ട് അടുത്ത ഒരു ഫ്ലോറും കൂടെ ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ റെഡി. പിന്നെ എവിടെയാണ്? ഇങ്ങോട്ടേക്ക് സ്പേസ് ഇല്ലല്ലേ? ഇങ്ങോട്ടേക്ക് സ്പേസ് വേണം. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇനിയും സ്ക്രാപ്പും കാര്യങ്ങളൊക്കെ വേണം. അപ്പോഴേ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ വുഡൻ പ്ലാങ്ക്സ് ഒക്കെ വേണം. ഇനിയും വേണം. അപ്പോഴേ നമുക്ക് ഇനിയും ഫ്ലോർ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ വീട് നമ്മൾ നേരത്തെ കണ്ട വീട്ടിലോട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല ഗൈസ്. അപ്പോഴേക്കും നമ്മൾ ഡെഡായി പോയി. നമ്മൾ ആക്രാന്തം കാണിച്ച് കയറി പോകാൻ നോക്കിയതാണ്. അപ്പോഴത്തേക്ക് ഷാർക്ക് വന്ന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി. നമ്മൾ ഡെഡായി. നമ്മൾ പിന്നെയും റീസ്പോണായി ഒരു സാധനം ഇല്ലാണ്ട്. നമുക്കപ്പോൾ നമുക്ക് വീടില്ലെങ്കിൽ നമ്മൾ അടുത്തൊരു വീട് ഉണ്ടാക്കും കഴിച്ചു. വീട്ടിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അടുത്ത വീട് ഉണ്ടാക്കും. അതാണ് നമ്മൾ തളരില്ല. ഓക്കെ, എല്ലാം മാക്സിമം എല്ലാം വാരിയെടുക്കും. ആവശ്യത്തിന് റിസോഴ്സസ് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടല്ലോ. പിന്നെ നമ്മളിതിനെ പേടിക്കുന്നത്. നമുക്ക് എന്ത് വേണേലും ക്രാഫ്റ്റ് ചെയ്യാം, എന്ത് വേണേലും ഉണ്ടാക്കാം. അതാണ് ഈ ഗെയിമിൻ്റെ ആർട്ട് എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഗെയിമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ മറ്റുള്ള ഗെയിം പ്ലേ വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തത് ഉണ്ടാക്കാം. റോപ്പ് വേണം. റോപ്പ് ക്രാഫ്റ്റ് ചെയ്യണം. ഇനിയിപ്പോൾ റോപ്പ് ക്രാഫ്റ്റ് ചെയ്താലേ നമുക്ക് അടുത്ത ഫ്ലോർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. റോപ്പ് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, റോപ്പ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും വിടരുത് ഗൈസ്. കാണുന്ന എല്ലാം എടുക്കണം. അവിടെ എത്തൂല.
പക്ഷെ നമുക്ക് എത്തും. എങ്ങനെയാണ് എത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാമർ എടുത്ത് ഒരു സാധനം അങ്ങ് ബിൽഡ് ചെയ്താൽ അവിടെ എത്തും. കണ്ടില്ലേ? പക്ഷെ അപ്പോഴേക്കും അത് കുറച്ചുകൂടെ അങ്ങ് എത്തി ഗൈസ്. നമുക്ക് എത്തും തോന്നില്ലല്ലോ. ഇല്ലല്ല, ഷാർക്ക് വരുന്നുണ്ട്. ഏതാ കണ്ടോ? അറ്റാക്കേ വരുന്നുണ്ടോ? പന്നി നിൽക്കടാ നിൽക്കടാ നിൽക്കടാ. നീയല്ലേ നേരത്തെ തന്നെ കൊന്ന. ഞങ്ങൾ കുത്തി കുത്തി ഇവനെ കൊല്ലാം ഗൈസ്. അല്ല പിന്നെ നിന്നെ ഇന്നല്ലെങ്കിൽ നാളെ തീർക്കടാ കള്ള പന്നി ഷാർക്ക് മോനെ. ഓ ഗൈസ്, ഫുഡും ഇല്ല വെള്ളവും ഇല്ല. നമുക്ക് മീൻ പിടിക്കാം. ഗൈസ് വീടെ തന്നെ കണ്ടോ? മേലെ കാണുന്നുണ്ട്, സ്ക്രീനിൻ്റെ മേലെ. അങ്ങോട്ടേക്ക് നമ്മൾ ഒഴുകി പോവുകയാണെങ്കിൽ വീടിൻ്റെ അടുത്തെത്തും ഗൈസ്. നമുക്ക് എന്താ ഇപ്പോൾ കിട്ടിയത്? നമുക്ക് എന്തോ കിട്ടിയല്ലോ. അയ്യേ, ചൂണ്ടിലിട്ട് നമുക്ക് മീൻ കിട്ടിയില്ല ഗൈസ്. നമുക്ക് വേറെ എന്തോ ആണ് കിട്ടിയത്. മറ്റേ എന്തോ പായല് പോലത്തെ സാധനം. അത് വെച്ച് നമുക്ക് റോപ്പ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സാധനമാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, എന്തോ ഒരു മീനെ കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം എന്തായാലും. വെള്ളം വെക്കാം. വെള്ളം ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ ഷർട്ട് ഇട്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ഷർട്ട് ഇട്ടിട്ടില്ല. പക്ഷെ ഇത് നോക്കിയോ നിങ്ങൾ, ഇത് നോക്കിയോ, കണ്ടോ? ഷർട്ട് ഇട്ടതുപോലെയാണ് കൈയിൻ്റെ ആനിമേഷൻ ഇങ്ങനെ ഈ ഒരു വ്യൂവിൽ. ഓക്കെ, വെള്ളം ആവുന്നുണ്ട്. നമുക്കിനി ഫുഡും കൂടെ സെറ്റാക്കാം. നമ്മളൊരു മീൻ പിടിച്ചിട്ടുണ്ട്. മീനിനെടുത്തിൽ വെച്ചിട്ട് വിറക് വെച്ച്. ഓക്കെ, ഇനി മീനും ആകും കുറച്ച് കഴിയുമ്പോഴേക്ക്. തികച്ച് അവിടെ എവിടെയോ വീടുണ്ട് കേട്ടോ. മാപ്പിൽ കാണിക്കുന്നുണ്ട് കണ്ടോ? മാപ്പിലല്ല, സ്ക്രീനിൻ്റെ മേലെ കണ്ടോ? നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് തോന്നുന്നത്. അടുത്ത മീൻ പിടിക്കാം. അതിന് മുന്നേ നമുക്ക് ആ സാധനം ഇങ്ങോട്ട് എടുക്കാം. കമോൺ. യെസ്. ചുറ്റുപാടും വേറെ ഏതെങ്കിലും കൊണ്ടോ നോക്കണം. ഒന്നും വിടാൻ പാടില്ല. എല്ലാം എടുത്തിട്ട് നമുക്ക് മീൻ പിടിക്കാൻ പോകാം. ഓക്കെ, അത്യാവശ്യം എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹുക്കാണെങ്കിൽ ഡാമേജ് ആവാനായി. ഡാമേജ് ആയി കഴിയുമ്പോൾ നമ്മൾ അടുത്തത് ഉണ്ടാക്കണം. ഓക്കെ, നമുക്ക് മീൻ പിടിക്കാം. അതായത് ആ വീട് കണ്ടോ അങ്ങ് ദൂരെ, അവിടെ നമ്മൾ എത്താനായി തോന്നുന്നു. അവിടേക്ക് നമ്മൾ ഒഴുകി എത്തുന്നു പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കരുത് ഗൈസ്. നമ്മൾ അടുത്തടുത്ത ഫ്ലോറുകൾ നമ്മൾ ഉണ്ടാക്കി അവിടെ എത്തണം. ഓ, ഈ മീൻ പിടിക്കാൻ കുറച്ച് പണിയാണല്ലോ. കുറച്ച് ടാസ്ക്കാണ് മീൻ പിടിക്കൽ. ഓ, ഇത് ഏതോ വലിയ മീനാണെന്ന് തോന്നുന്നു ഗൈസ്. അതുകൊണ്ടാണ് ഇത്ര പാട്. ഓക്കെ, കിട്ടി. ഓ, ഇവന് കുറച്ച് പെട കൂടുതൽ തന്നെ എന്തായാലും. ഓക്കെ, നമുക്ക് ഈ മീനിനെ കഴിക്കാം. അടുത്ത മീനിനെ നമ്മൾ അപ്പം തന്നെ നമ്മൾ അടുപ്പത്തിടണം. എന്നാലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വയറ് കാലിയായിരിക്കാനേ പാടില്ല. വെള്ളവും നമ്മൾ കുടിച്ചുകൊണ്ടേ ഇരിക്കണമേ. ഓക്കെ, വെള്ളം എടുത്ത് കുടിക്കാം. എന്നിട്ട് അടുത്തത് നമുക്ക് തിളപ്പിക്കാനുള്ള പരിപാടി നോക്കാം. ഓക്കെ, ഇത് വാട്ടർ പ്യൂരിഫയർ. അതായത് ഇത് കടലിൽ ഉപ്പുവെള്ളമാണല്ലോ, അത് പ്യൂരിഫൈ ചെയ്ത് നല്ല വെള്ളം ഇവിടെ കിട്ടും. അത് നമ്മൾ കുടിക്കും. ഇവനടുത്ത് വേവട്ടെ. ഇവനടുത്ത് വെന്തിട്ട് വേണം അവനെ കഴിക്കാൻ. നമ്മൾ വയറും ഫുള്ളാക്കി വെക്കണം എപ്പോഴും. അതേപോലെ തന്നെ വെള്ളവും കുടിച്ച് നമ്മളെ ദാഹവും അകറ്റിയിരിക്കണം. ഇതേ ഗൈസ്, നമ്മൾ അവിടെ തന്നെ. ഇപ്പോൾ നമ്മൾ കുറച്ച് പലക ഉണ്ടാക്കിയാൽ നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ എളുപ്പമായിരിക്കും. ഫ്ലോർ ഉണ്ടാക്കിയാൽ അങ്ങനെ തന്നെ. ഓ ഗൈസ്, പക്ഷേ നീന്താ ഓട്. ഓ ഷിറ്റ്, ഷാർക്ക് വരുന്നുണ്ട് ഗൈസ്. ഷാർക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി ഗൈസ്. ഓട്. ഓക്കെ. ജസ്റ്റ് മിസ് ഗൈസ്. പക്ഷേ നമ്മൾ അങ്ങ് പോവാ ഗൈസ്. നമുക്ക് ഗൈസ് അത് മിസ്സായി ഗൈസ്. നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? അത് മിസ്സായടാ. നമുക്കിനി അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ലടാ. നമുക്ക് പലകെ ഉണ്ടാക്കി അവിടെ എത്തായിരുന്നു. പക്ഷേ അപ്പോൾ ഇവൻ കാരണം ഇവനെ വെറുതെ വിടരുത്. അടുത്ത് വെറ്റുമ്പോൾ ഒക്കെ കുത്തണം ഗൈസ്. നമുക്കങ്ങനെ പോകാൻ പറ്റിയില്ല ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ ഇത് തന്നെ നമുക്ക് നല്ലൊരു സെറ്റപ്പാക്കി എടുക്കാം. ഇതൊക്കെ കിട്ടിയിട്ട് എന്താണ് കാര്യം? സീവീഡ് നമുക്ക് റോപ്പ് ഉണ്ടാക്കാൻ പറ്റും. നമുക്കിപ്പോൾ വിശപ്പകറ്റാനുള്ള സാധനമല്ലേ കിട്ടേണ്ടത്. രാത്രി ആവാനായി. ഓക്കെ, ഈ ബോക്സൊക്കെ കണ്ടില്ലേ ഗൈസ്? ഈ റിസോഴ്സസൊക്കെ ഒഴുകി നടക്കുന്നത് അതിൽ തന്നെ അങ്ങോട്ട് തന്നെയാണ് നമ്മൾ ഒഴുകുന്നത്. ഒരു മീനിനെയും കൂടി പിടിച്ചിട്ട് നമുക്ക് വെള്ളം കുടിക്കാം. നേരത്തെ നമ്മൾ പ്യൂരിഫൈ ചെയ്യാൻ പറ്റിയിരുന്ന വെള്ളം കുടിക്കാം. എടുക്കണം. ഇതൊക്കെ എടുക്കണം. വിടാൻ പാടില്ല, ഒന്നും വിടാൻ പാടില്ല. നമ്മുടെ വെച്ച വെള്ളം കുടിക്കാം. എന്നിട്ട് അടുത്ത വെള്ളം തിളപ്പിക്കാം. അടുത്ത വെള്ളം കോരണം. എന്നിട്ട് മീനെടുത്ത് കഴിക്കാം. അടുത്ത മീനിന് നമ്മൾ റെഡിയാക്കാം. നമ്മൾ ഈ കത്തിച്ച് തീർത്തു കുറേ പ്ലാങ്ക്. ഈ ഫുഡ് ഉണ്ടാക്കാനും വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി കത്തിച്ച് തീർത്തു. അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ പലക 2-3 ഉണ്ടാക്കാൻ പറ്റാത്തത്. അപ്പോൾ തന്നെ നമുക്ക് മാക്സിമം പലക നമ്മൾ ശേഖരിച്ച് വെക്കണം. വേസ്റ്റ് ആക്കാനേ പാടില്ല. അപ്പോഴേ നമുക്ക് അങ്ങനെ ഒരു വീടിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് ക്രാഫ്റ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് പെട്ടെന്ന് എത്താൻ പറ്റൂ, ആ വീടിൻ്റെ അടുത്തോട്ട്. ഇപ്പോൾ രാത്രി ആയി. എന്തായാലും നമുക്കിനി അടുത്തെന്താ ബിൽഡ് ചെയ്യാൻ പറ്റുക? എന്തായാലും നമുക്കിനി കുറച്ച് നമുക്ക് പക്ഷെ പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇനി എപ്പോൾ വരും അങ്ങനൊരു സ്ഥലം എന്ന് പ്രതീക്ഷിക്കാനൊന്നും പറ്റത്തില്ല. സോ നമ്മൾ നമ്മുടെ ഈ ബേസ് തന്നെ നല്ല രീതിക്ക് ബിൽഡ് ചെയ്യാം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ വീതി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും വാള് ചുവര് കെട്ടാം. ചുവര് കെട്ടിക്കഴിഞ്ഞാൽ ഹുക്ക് ക്രാഫ്റ്റ് ചെയ്യണം. ഹുക്ക് ക്രാഫ്റ്റ് ചെയ്യാനായി. ഓക്കെ, ഹുക്ക് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹുക്ക് ക്രാഫ്റ്റ് ചെയ്യാനുള്ള സാധനം കിട്ടിയില്ലെങ്കിൽ കഴിഞ്ഞു മക്കളെ. ഹുക്ക് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. ദൂരെയുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടി മാത്രം ഹുക്ക് യൂസ് ചെയ്യാതെ നല്ലത്. ഗൈസ് നമുക്ക് ദാഹിക്കാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മുടെ ലൈഫ് ഇപ്പോൾ കുറയുന്നത്. വെള്ളം കുടിക്കാം. നമുക്ക് ദാഹമാണ് കേട്ടോ പെട്ടെന്ന് വരുന്നത്. നമുക്ക് ഈ മീൻ കഴിക്കാം. അടുത്ത് മീൻ വെക്കാം. അടുത്ത് കപ്പ് എടുത്ത് വെച്ചിട്ട് വെള്ളം ചൂടാക്കുകയും ചെയ്യാം. വെള്ളം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണം. അതേപോലെ അടുത്ത് വരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതെന്താണ്? ബെയ്റ്റ്. ബെയ്റ്റ് ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ല മീനുകളെ പിടിക്കാനൊക്കെ പറ്റുമെന്ന്. അടുത്ത ഫ്ലോർ ഉണ്ടാക്കാം. റോപ്പില്ലാത്തതുകൊണ്ടായിരിക്കും അടുത്ത ഫ്ലോർ ഉണ്ടാക്കാൻ പറ്റാത്തത്. കുറച്ചുകൂടെ റോപ്പ് ക്രാഫ്റ്റ് ചെയ്യാം. കണ്ടോ, റോപ്പ് വേണം ഗൈസ്. റോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. നമുക്കിതൊരു നല്ല ഷേപ്പാക്കി എടുക്കാം. അതായത് നല്ലൊരു സ്ക്വയർ ആക്കി എടുത്തിട്ട് പിന്നെ നമുക്ക് വാള് ബിൽഡ് ചെയ്യാം. ഗൈസ് ദാഹിക്കുന്നുണ്ട്, വെള്ളം കുടിക്കാം. അതുപോലെ തന്നെ നമുക്ക് വിശക്കുന്നുണ്ട്. ഇതെടുത്ത് കഴിച്ച് കളയാം. പച്ചക്ക് കഴിച്ചു ഗൈസ് നമ്മള് ആ മീനിനെ. ഗൈസ് നമ്മളെ മീനിനെ പച്ചക്ക് കഴിച്ചു. അത് വിഷമുള്ള മീനായിരുന്നു. അപ്പം നമ്മൾ ഡെഡായി. കഴിഞ്ഞ് നമ്മളെ കഥ കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ആയിട്ടുണ്ട്. നമ്മൾ വീണ്ടും റീസ്പോണായി. നമ്മുടെ കയ്യിൽ ഒരു ഐറ്റം ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഗൈസ് ഈ ഗെയിമിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. ഇത്രയും കണ്ടിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. വെള്ളം കുടിക്കണം. ഇതെന്താ നമ്മളെന്ത് വിഷം കഴിച്ചതിൻ്റെ എഫക്റ്റ് ആണെന്ന് തോന്നല്ലോ, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നല്ലോ. ഇല്ല. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് വീണ്ടും വരാം. അതായിരിക്കും ബൈ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.